സമസ്ത ലോകം വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഗണത്തിൽ പ്രഥമ സ്ഥാനമാണ് ദൈവമാതാവ് പരിശുദ്ധ കന്യാമറിയത്തിനുള്ളത്. മനുഷ്യജന്മം പ്രാപിച്ചിട്ടുള്ളവരിൽ ദൈവപുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വിശുദ്ധ സഭയും വിശ്വാസികളും നൽകിയിട്ടുള്ളത് പരിശുദ്ധ ദൈവമാതാവിനാണ്. കർത്താവിൻ്റെ പീഡാനുഭവ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളുമുള്ള കൗമാകൾ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരംഭിക്കുകയും പരിശുദ്ധ ദൈവമാതാവിനെ പുകഴ്ത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വിശുദ്ധ സഭ മറിയത്തിന് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. ഏറ്റവും അധികം മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സ്നേഹവും ജനഹൃദയങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ലോകത്തിൽ ഒരു സ്ത്രീക്ക് ലഭിച്ചിട്ടില്ലാത്ത മഹോന്നത ബഹുമതികളാണ് പരിശുദ്ധ കന്യാമറിയത്തിനുള്ളത്. അവൾ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയും പുത്രനാം ദൈവത്തിൻ്റെ വന്ധ്യമാതാവും പരിശുദ്ധ റൂഹായ ദൈവത്തിൻ്റെ സ്നേഹഭാജനവുമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് കർത്താവിൻ്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ മാലാഖയാൽ അഭിവാദ്യം ചെയ്യപ്പെടാൻ തക്കതായ അതിശ്രേഷ്ഠ പദവിയാണ് പരിശുദ്ധ കന്യാമറിയത്തിനുള്ളത്. ഈ കൃപ നമ്മളിൽ നിറയപ്പെടാൻ വേണ്ടി 15 നോമ്പിലെ ഈ ദിവസങ്ങളിൽ നമ്മളും സ്വയം എളിമപ്പെട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.